ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വന്നു എങ്കിൽ ഈ വീഡിയോ മനസ്സിലാവും. അങ്ങനെയുണ്ട്. ഇതിന്റെ ബാക്കില് വെറുതെ അങ്ങോട്ട് ഓടിയല്ലേ അവിടെ 500 രൂപയുള്ള അതാ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ പോവാം. നമ്മള് ഇതില്ലേ വിളിച്ചു ചോദിച്ചത് പാലാട്ടെ. ഓക്കെ, എന്തൊക്കെ എഴുതിയെടുത്തേളി? നമ്പരും മൊബൈൽ നമ്പർ മേടിച്ചേ, നമ്പർ മാത്രം. ചോദിക്കാൻ അത് വേഴാമ്പലല്ലടാ, 6 മണിക്ക് കയറിയിടാ. 5:05 എന്തോ ഉണ്ട്. ഓടാ വണ്ടി നിർത്തി കൂടെ ഉണ്ടാ. ഇല്ലല്ല, തിരുവനന്തപുരംകാര്. മക്കളെ അന്നൂരെ കിട്ടത്തില്ല. നടന്നങ്ങോട്ട് പോയല്ലേ സൂം ചെയ്ത് അങ്ങൂരെ കിട്ടത്തില്ലേ. റിസ്ക് എലമെന്റ് അങ്ങൂരെ കിട്ടത്തില്ല. സൂമിങ് ഇല്ല. നീ സൂം ചെയ്ത് എടുത്ത് ആ വീഡിയോ തന്നാ മതി. എനിക്ക് റെക്കോർഡ് ചെയ്യടോ. റെക്കോർഡ് ആനെ കിട്ടണ്ടേ ഇങ്ങോട്ട്. നീ ഇത് വെച്ച് പിടിച്ചോണ്ട് ഓരോന്ന് പറ. गाइस आधा देखो आधा देखो देख लो, दूर देख लो, जूम नहीं कर सकता. നീ മലയാളത്തിലേക്ക് പറഞ്ഞ നിന്റെ ഡയലോഗ് ഒന്നും കൂടെ ഉണ്ട്. ആന ഇരിക്കുന്നുണ്ട്. വീഡിയോ എടാ. ആന കടിക്കുമെന്നു. 2 ആനയുണ്ട്. ആന കടിക്കത്തില്ല, ആന നക്കും. രണ്ടെണ്ണം നിൽപ്പുണ്ട് കേട്ടോ. ദൂരെ നിൽക്കുക. ഇതിനകത്താണ് സൂമിങ് അല്ലണ്ട, ചെറുതായിട്ടൊരു പൊട്ടുപോലാണ്. അവര് കണ്ടിട്ടല്ലേ നമ്മള് നിർത്തത്തില്ലായിരുന്നല്ലേ. സത്യമായിരുന്നു, നമ്മളെ വിട്ടടിച്ചു പോയാന്. നീ അങ്ങോട്ട് നോക്കിയാണെ കാണാം. ആനയെ കണ്ട്, നൗഫൽ ആനയെ കണ്ട്. ആന അങ്ങ് ഇപ്പോഴും നിപ്പോണ്ട്, പോയിട്ടില്ല. നമ്മള് പോയാണ്ട് കണ്ടിട്ടില്ലേ? അത് ഒരു വട്ടം കണ്ടിട്ടുണ്ട്, തേക്കടി വെച്ചു. നമ്മളച്ചങ്കോലി കണ്ട് മടുത്ത്. അച്ചൻകോലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആനെ. അതിനൊക്കെ റയറാടാ വരുന്നത്. ഞങ്ങളെ വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ട് സെറ്റായിട്ട്. ഇതിലും ക്ലോസ് റേഞ്ചിലല്ലേ പക്ഷെ നമ്മള് ആ കറക്റ്റ് ടൈമിൽ 6 മണിക്ക് കയറി വന്നെങ്കിൽ ഇനി ഇവിടെ റോഡില് കാണാറുണ്ട്. കൂടെ അടുത്ത് കാണാറുണ്ട്. റോഡിൽ കാണാക്കത്തില്ല, അതിനടുത്ത് കാണാം. അവർക്ക് ഒന്നും വലിയ സീനല്ല, അവര് ഡെയിലി കാണുന്നില്ല. അവര് ഉറങ്ങുമോന്ന് തന്നെ അറിയാക്കത്തില്ല ജീവന് വേന്ന്. പറയാ കരടിയെ കണ്ടായിരുന്നു. കരടിയൊക്കെ രാത്രിയൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സൈഡിൽ കൂടെ ആതിരപ്പള്ളിയുടെ കൈവഴികൾ ഒഴുകുന്ന കാണാനായിട്ട് പറ്റും. അത് കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ നിന്നില്ല, കുറച്ച് ടയർഡ് ആയതുകൊണ്ടും പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിപ്പോണ്ട് ഐറ്റം അങ്ങ് നിപ്പോണ്ട് അങ്ങ് തുറക്കല്ലേ. അങ്ങോട്ട് പോകുമ്പോ വേറെ ഉണ്ടെന്ന് ഇതിനെ കാണാം. ചിലപ്പോ അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ കിട്ടിയില്ല, കിട്ടിയൊക്കെ ചെയ്യും. ഇത് അടുത്താണ്, ഇത് പോയി എടുക്കാടേ. അങ്ങോട്ടങ്ങ് പോയി പോകത്തില്ല. എവിടെയും പോണ്ട, അവിടെ നില്ല്. ഞാൻ അങ്ങോട്ട് ഒതുക്കി തരാം. അങ്ങോട്ട് പോയി നോക്കി ആന അവിടെ നിൽക്കുന്നു. ഇറങ്ങണ്ട കളിയാ. ആനയുടെ ഫൈറ്റിംഗ് ആണല്ലേ ഫുള്ള് ആനയാണല്ലോ സംഭവം. എനിക്കൊന്ന് കൂപ്പിലെ പണിക്കാൻ കണ്ടുകൊണ്ടൊന്ന് ആനയാന്ന് തോന്നലേ. എനിക്കും തോന്നുന്നു. കിളി പറഞ്ഞു വേണ്ട, ജനമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്കങ്ങനെ വരുന്ന വഴി രണ്ടിടത്ത് ആനയുടെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഈ വെറ്റിലപ്പാലം കടന്ന് ഇനി പോകേണ്ടത് നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടാണ്. നമ്മൾ നല്ല മോർണിംഗ് വന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 6:45 ടൈം ആവുന്നതേ ഉള്ളൂ ഇപ്പോൾ. കാര്യം നമ്മൾ ഇന്നലെ രാത്രി വന്നുകൊണ്ട് ഉറക്കമൊന്നും കൊണ്ട് കറക്റ്റായിട്ട് റെഡി ആയില്ല. അതുകൊണ്ട് ഇത്തിരി ടയർഡ്നെസ് ഉണ്ട്. വരുന്ന വഴിക്കെല്ലാം ഇങ്ങനെ മുന്നറിയിപ്പ് ബോർഡുകൾ കാണാനായിട്ട് പറ്റും. നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആനയുടെ സൈറ്റിങ് കിട്ടി. പിന്നെ കുറേ ഇടത്ത് നമ്മൾ വന്നപ്പോൾ ആന കയറി പോയിട്ടുണ്ട്. അങ്ങനെ നേരെ ആതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമുക്കൊരു 4-5 ആനേനെ കാണാനായിട്ട് പറ്റി ഒരുമിച്ച്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ ഫോറസ്റ്റ് ഓഫീസേഴ്സ് സമ്മതിച്ചില്ല. അവർ പെട്ടെന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് അതിനെ ഓട്ടിച്ച്.
പിന്നെ അത് മാത്രമല്ല, ദൂരത്താണ് നമ്മുടെ ക്യാമറ, ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിൽ കിട്ടത്തില്ല. ഫസ്റ്റ് വിഷ്വൽ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് വന്നവന്മാർ അപ്പോഴേ വിളിച്ചു പറയട്ടെ, അമ്മച്ചെ കണ്ട് വിളിച്ചു പറഞ്ഞു. പിന്നെ വീട്ടുകാർ വിളിച്ചാൽ അതിൽ ഇറങ്ങൂടാ. മൂന്നും കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രക്ഷയുണ്ട്. എവിടെ അണ്ണൊന്നും നോക്കാം, എന്തോന്ന് അറിയാൻ മേലല്ലേ. പട്ടിയായി ശല്യം ഇല്ലെങ്കിൽ പിടിക്കത്തില്ല, ഒറ്റയാണ് ശല്യം. ചാലിക്കൊമ്പൻ, ചാക്കക്കൊമ്പൻ, മോട്ടവാലൻ, മൂവാറ്റുപുഴ ഗണപതി. നമ്മളങ്ങനെ നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. നമ്മൾ രാവിലെ വന്ന് ഏതാണ്ട് ഒരു 7 മണി 7:10 വന്നപ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. എത്ര മണിക്ക് ഓപ്പൺ ആവുമെന്നും അറിയത്തില്ല. വണ്ടി ഒന്ന് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു കടയുണ്ടെങ്കിൽ കയറി ഒരു ചായ കുടിക്കണം. ആ ഒരു പ്ലാനിലപ്പം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റും. വീട്ടിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു സ്ഥലത്തോട്ട് വന്നു തുടങ്ങിയ യാത്ര ഞാൻ നൗഷറും. ഇപ്പം ഞങ്ങളിതോ നേരെ ആതിരപ്പള്ളിയിലാണ് വന്നിരിക്കുന്നത്. സുധി അങ്ങനെ ആദ്യമായിട്ട് ആനേനെയും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെയും പയ്യൻ കണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പിന് പോയാലും പ്ലാനിങ് ഇല്ലാതെ പോകുന്ന ട്രിപ്പിന്റെ ഒരു വൈബ് വേറെ തന്നെ. അങ്ങനെ നോക്കിയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ട്രിപ്പായിട്ട് വേണമെങ്കിൽ ഈ ഒരു ട്രിപ്പിനെ പറയാം. നമുക്ക് എത്രയൊക്കെ പ്രായമായാലും നമ്മളെ കൂട്ടുകാരൊത്തൊരു ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ പ്രായമൊന്നും നമുക്കൊരു മാറ്ററേ അല്ലായിരിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എപ്പോൾ തുടങ്ങിയ യാത്ര എന്നല്ലേ? നേരെ വയനാടല്ല, തൃശ്ശൂർ ആതിരപ്പള്ളി. ഇവിടുന്ന് നമ്മൾ മലക്കപ്പാറ, വാൾപ്പാറ വരുന്ന വഴിക്ക് നമ്മൾ 3 ആനേനെ കണ്ട്, പിന്നെ കുറെ 6 ആനയെ കണ്ടല്ലേ, കൊമ്പന്മാരെ കണ്ട്. ചേനെ നമ്മളങ്ങനെ വ്യൂ ഒക്കെ കണ്ടു തീർന്നപ്പോ ഇവിടെ ഒരു ചായക്കട ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ചായ കുടിക്കാൻ നേരെ കയറി. ബാക്കി പറഞ്ഞു അങ്ങനെ ചായ കുടി കഴിഞ്ഞപ്പോൾ നേരെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്തു. നമ്മളിപ്പോൾ ക്യൂ നിൽക്കുക ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇവിടെ 8 മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എക്സാക്ട്ലി പറയാനാണെങ്കിൽ ഇതേ അവിടുത്തെ ഒരു ബോർഡ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോക്കി വെച്ചു. ഇതാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർട്ട് വരുന്നത്. ടിക്കറ്റിനെല്ലാം കൂടെ 340, ഇൻക്ലൂഡിങ് വണ്ടിയുടെ ചേർത്തിട്ട്. ക്യാമറയ്ക്ക് സെപ്പറേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ ക്യാമറയ്ക്കൊന്നും എടുക്കാൻ നിന്നില്ല. നേരെ അത് മാത്രം 60. നമ്മൾ 5 പേർക്ക് 5 ടിക്കറ്റും വണ്ടിയുടെ ടിക്കറ്റും കൂടെ ചേർത്തെടുത്ത്. ഇനി വെള്ളച്ചാട്ടം പോകണം. ക്യാമറ സ്റ്റിക്ക് എടുക്കാതിരുന്നാൽ മതി. സ്റ്റിക്ക് എടുത്തില്ല, ഇതെടുക്കാൻ പറ്റും. സ്റ്റിക്ക് കളിയാൻ ആവശ്യം പോക്കെല്ലാം കയറ്റാൻ പറ്റും. സ്റ്റിക്ക് കയറും അടക്കി തരാം ഞാൻ. ഇപ്പൊ നമ്മള് വന്നപ്പോ ആരും ഇല്ലായിരുന്നല്ലേ. പക്ഷെ ഇപ്പൊ നിറച്ച ആൾക്കാർ ആകുന്നുണ്ട് ഇവിടെ. 8 മണിയായി ടിക്കറ്റ് കൗണ്ടർ തുറന്നിടണം. ഇവിടെ ആൾക്കാരുടെ ജനപ്രവാഹം എന്താ. പട്ടി കടിച്ചെന്ന് തോന്നില്ല അവനോട്ടോ, കമ്മിയെന്ന് തോന്നുന്നു. പുഷ്പിച്ചിങ്ങി വാ നീ വത്തലു ഓല അവന്തോ ക്യാമറ ഫുള്ളും കൊണ്ടുവരുന്ന അതിനെന്ത് ഞാൻ വരത്തില്ല. എൻട്രൻസ് ഇത് അവിടെ ക്യാമറ അല്ലോടെ അല്ലാത്ത നമ്മൾ കയറ്റുന്നില്ല അങ്ങോട്ട്. എൻട്രൻസ് മാത്രം കാണിക്കുന്നേ ഉള്ളൂ. പണ്ട് നമ്മളിപ്പോ ഓഫ് ചെയ്യും എൻട്രൻസ്. ഇത് വീൽ ചെയർ കൊണ്ടുപോകാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന പാത. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഔഫല്, ഞാൻ സുധി.
അസ്ലമും നൗഷറും ബാക്കിൽ വരുന്നുണ്ട്. കേട്ടോടാ സ്ഥിതി എഡിറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് എല്ലാം പോകും. ഇല്ല, അങ്ങനെയൊന്നും പോകത്തില്ല. എനിക്കറിയാം എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ മാത്രമൊക്കെ മാറ്റി നിങ്ങളാത്രേ എടുത്തുള്ളൂ. നമുക്ക് നേരെ ഇനി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തി. ഇവിടുന്ന് താഴെയാ വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റുന്ന മെയിൻ വ്യൂ പോയിന്റ് മേളിലത്തെ. നൗഫൽ നേരത്തെ ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്, എവിടാന്നറിയത്തില്ല, കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ വേ ടു എൻട്രൻസ് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ടുള്ള എൻട്രൻസ്. ആ പോയിരിക്കും നമ്മുടെ നൗഫൽ അവിടെ കയറി. വാടാ, നീ എന്നാ അവിടെ കയറി ഇങ്ങോട്ട് വാട കയറിക്ക. ഓ പൊളി 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 പൊളിയേ. ടിക്കറ്റ് എടുക്കാൻ 2-3 പേരെ ഉള്ളായിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ കുറെ ആൾക്കാരുണ്ട്. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നേരത്തെ കണ്ടിട്ടുള്ള നൗഫൽ മാത്രമേ ഉള്ളൂ. നൗഫൽ അതുകൊണ്ട് മുറ്റ് തള്ളൊക്കെ ബാക്കിൽ നടന്ന് തള്ളുന്നുണ്ട്. ഓ പൊളി പൊളി. അടിപൊളി മാൻ, അടിപൊളി കാണാനായിട്ട്. പിന്നെ അളിയൻ പഞ്ച് അളിയൻ തന്നെ കിട്ടില്ല അത്. ഓ സെറ്റ് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അല്ലേ നമുക്ക് താഴെ പോവാടാ. നടക്കാനൊന്നും താഴോട്ട് നീ വന്നാ മതി. ഓ സെറ്റ് കേട്ടോ കാണാൻ. അങ്ങോട്ട് പോകാൻ പറ്റൂല ചേട്ടാ. അങ്ങോട്ട് അറ്റത്തോട്ടൊന്നും ഇവിടെ വരെ പോകാം. അങ്ങോട്ട് പോകും വിടത്തില്ലല്ലോ. ചേട്ടോടെ ജോലി ചെയ്യുന്നു. ഓക്കെ, നമുക്ക് പണ്ട് താഴെ പോകാൻ പറ്റുമായിരുന്നു. അതുവഴി പോകാമല്ലേ? ഓ ഇപ്പം എന്താ ഇറക്കത്തില്ല? അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. ഇല്ല, അങ്ങോട്ട് അറ്റത്തോട്ടൊന്നും പോകാൻ സമ്മതിക്കില്ലേ? ഓ വെള്ളം കുറയുമ്പോൾ പറ്റുമോ? ആണോ? റിസ്ക് ആകണ്ടല്ലോ. അവിടെ പോയി അമ്മ. നീ തള്ളി അങ്ങ് മറിയാതെ. ഇനി ഇവിടെ നടന്ന ഓടിപ്പോ നിന്റെ ഉറക്കം പോവും. ഇവിടുന്ന് മേളിലോട്ട് കയറുമ്പോ നീ എങ്കിലും ഹട്ടി കിടന്നുറങ്ങി. ആദ്യം കിടന്നു നോക്കി പറ്റുന്നില്ല മോളെ. നീ എങ്കിൽ ഒരു കാര്യം ചെയ്യും, തണലൊരു പാറയിലേക്കാണ് കിടന്നുറങ്ങി. ഒടിഞ്ഞു പോകുമ്പോ ശരി രണ്ടായിട്ട് ഒറ്റ സൗണ്ട് കേൾക്കത്തുള്ളൂ. അങ്ങോട്ട് നടന്നു പോവാന്നും പറയത്തില്ല. ഇവിടെ നീ ഹട്ട് എടുക്കുക. അതേ ഉള്ളൊരു മാർഗം. ഹിന്ദി അറിയടേ? നമ്മളങ്ങനെ വന്ന് ഏത് വെള്ളച്ചാട്ടം വരുന്നേ? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടു. ഇനി ഇവിടുന്ന് മേൽഭാഗം നമ്മൾ വന്നു. ഇനിയിപ്പോ താഴോട്ട് പോകാൻ പോവാ. പക്ഷേ മേൽഭാഗം കണ്ട എക്സ്പീരിയൻസ് പറയൂ. വെരി വെരി ബ്യൂട്ടിഫുൾ. എന്ത് രസമായിരുന്നു.
ദൈവത്തിന്റെ അനുഗ്രഹം പോലെയാണ് ഉള്ളതാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇറക്കത്തില്ല, കയറൊക്കെ കെട്ടി വലിച്ചിട്ടുണ്ട്. പക്ഷേ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതലായതുകൊണ്ട് ആൾക്കാരൊന്നും ഇപ്പോൾ അങ്ങോട്ട് ഇറക്കുന്നില്ല. ഈ വെള്ളത്തിലോട്ടൊന്നും ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വന്ന് ഈ സൈഡിലേക്ക് കയറ് കെട്ടിയേക്കുന്നത്. നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ വെള്ളം കൂടുതലുകൊണ്ട് നമ്മൾ ഇറക്കിയില്ല. അവർ ഡേഞ്ചർ സോൺ. ഇനി അപ്പം നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നിന്നിട്ട് കാഴ്ചകൾ കാണാം. ഇപ്പം നൗഫലിന് ഉറക്കം വരുന്നുണ്ട്. നൗഫലിന് നേരെ കാറിലോട്ട് പോകുന്നു. പവർ ബാങ്ക് ഉണ്ടല്ലോ, പവർ ബാങ്ക് ചൂത്തിട്ടേക്കുക. യൂസൊന്നും ഇല്ല ഫോണിന് യൂസൊന്നും ഇല്ല. നമുക്ക് സ്റ്റിൽസ് എൻ്റെ ഫോൺ എടുത്തു തരാം നിനക്ക്. ആ ഫോൺ എടുക്കുന്ന തന്നെ, നിന്റെ മുഖം എൻ്റെ ഫോണിൽ എടുക്കുന്ന തന്നെ വലിയ കാര്യം. നീ എന്തിനാടാ നിന്നെ കാണിക്കുന്നത്? ഞങ്ങള് ആതിരപ്പള്ളി വാട്ടർഫാൾസിലോട്ട് വരാൻ കാരണം നൗഷറിന് പെണ്ണ് കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കണം. സുധീറിന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സെന്തമിഴ് പെൺകുടി വേണം. അവന്റെ അമ്മയുടെ ആഗ്രഹം, അത് അമ്മയുടെ ഒരു നേർച്ച. ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പളനിയിലെ പണ്ട് നേർന്നത് അവരമ്മ, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു മരുമകളെ വേണമെന്ന്. അപ്പൊ അത് ഞങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ടും ഇതുവരെ പെണ്ണ് കിട്ടാതിരുന്ന ആഭാസനായിട്ടുള്ള നൗഷറിന് ഒരു പെണ്ണിനിപ്പോ സെറ്റായി. ആ കൊച്ചിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, കാര്യം എൻ്റെ തോന്നിവാസങ്ങളില്ലാത്തൊരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഞങ്ങളിപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് വന്നിരിക്കുന്നത്. ഒരളിയാ ആണ്, നല്ല ചൂടില്ല. വയസ്സായെന്ന് തോന്നുന്നു, കിതയ്ക്കുന്നുണ്ട്. ഷോർട്സും ഒരു ക്രോക്സും മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സീനും അല്ലേ. ഇതിനത്ര ഹൈറ്റ് ഉണ്ട് ഇവിടെ, അതിലും ഉണ്ട് ഹൈറ്റ്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഏതിനാണ്? മറ്റേ നമ്മളെ ഇവിടെ കയറി അമ്പനാട് ഇത്ര അതിലും ഹൈറ്റ് ഉണ്ട് ഇതിന്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ജെട്ടിയിട്ടില്ലായിരിക്കും. ആണാണല്ലേ, ആണാണ്. അവർക്ക് അവിടെ ഇറങ്ങാൻ ക്യാമറ കിട്ടും, ഇറങ്ങണം. ഈ ബ്രോയൊക്കെ നമ്മുടെ 2 ഫോട്ടോ കിട്ടിയാൽ നമ്മൾ 3 പേര്. ആ ഫോട്ടോ എടുക്കണോ? ചോദിച്ചു നോക്കടാ, ഇല്ല ചോദിച്ചു നോക്കണം. അതോട്ട് എടുത്തില്ല, ചോദിച്ചു നോക്കടാ. Okay. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്, താഴ്ഭാഗത്തായിട്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ക്രൗഡാണ്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു. ഇവിടെ സൂര്യൻ്റെ പ്രകാശം ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ ഒരു രസമില്ല, ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇനി കയറും. ഇനി കയറിയിട്ട് അടുത്ത വാൽപ്പാറയിലോട്ടല്ലേ പോകുന്നത്? വാൽപ്പാറയിൽ പോകണം. നമുക്ക് ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾക്ക് കിട്ടിയ അബദ്ധങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ് എന്താ, നമ്മൾ നേരത്തെ അവിടെ ഒന്ന് പെട്ടുപോയി ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിൽ. പിന്നെ ബാത്റൂമിലൊക്കെ പോയ രാവിലെയൊക്കെയാണ്. അത് പിന്നെ ഇവിടുത്തെ നമ്മൾ എമർജൻസി റൂമുകൾ ചോദിച്ചാൽ ഭയങ്കര റേറ്റ് ഇവിടുത്തുള്ളവന്മാർ പറയുന്ന മൊത്തം. അങ്ങനെയും ചെറിയ സീനുണ്ട്. നിങ്ങൾ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വരുന്നെങ്കിൽ ഒരാൾക്ക് പെർ ഹെഡിന് 60 രൂപ ടിക്കറ്റ് പ്രൈസ്.
അപ്പോൾ അതനുസരിച്ച് ടിക്കറ്റ് എടുക്കുക. വണ്ടിക്കും പാർക്കിംഗ് ഫീ അല്ല, ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്നതിന് ഒരു ഫീ എടുക്കണം. 40 രൂപ 50 രൂപ മറ്റേ. അത് വണ്ടി അനുസരിച്ച് മാറുമെന്ന് തോന്നുന്നു. ഇസ്ലാം ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെടുക. സുധി എടാ നീ എന്താ ഇങ്ങോട്ട് വാടാ. ആവശ്യം മരണമാസ പോസൊക്കെ ഇട്ടിരിക്കുക. പണി പറ്റി, മഴ പെയ്തോണ്ടിരിക്കുക. പണി നല്ല സീനാന്ന് തോന്നുന്നു അല്ലേ? ഓടിക്കോ. മഴയായി പോയി ഗായ്സ്. വീണ്ടും അടുത്ത ലോക്ക്. അവിടെ കേറിയിരിക്കുക. അല്ലെ എന്റെ നെഞ്ചൊക്കെ എരിയുന്നു കേട്ടോ. എന്താ പറ്റിയെന്നറിയാൻ വയ്യ. മഴ എല്ലാരും ഹട്ടിനകത്തേക്ക് ഒരു അഭയം പ്രാപിച്ചളിയാ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നു ടാറ്റ ബൈ ബൈ സി യു. അപ്പൊ ഇനി ഇവിടുന്ന് ചടങ്ങ് മേളിലോട്ട് കയറുന്ന മറ്റൊരു ചടങ്ങാണ്. അപ്പോൾ ഇനി ബാക്കി വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ യാത്ര വിട പറയുകയാണ് ഗൈസ്. വന്നപ്പോൾ ഒരൊറ്റ വണ്ടി ഇല്ല. നമ്മുടെ മൊത്തം ഇപ്പോൾ കടയൊക്കെ ആക്റ്റീവായി തുടങ്ങിയണ്ട. ഒരു ഉച്ച വൈകുന്നേരം കാണുമെന്ന് തോന്നില്ല. ഓ ഇവിടുന്ന് അതിന്റെ വ്യൂ നോക്കണേ. അത് സെറ്റ്. ഇവിടെ ആന ഇറങ്ങുന്ന കേട്ടോ. അല്ലടാ ഞാൻ ഈ റൂട്ട് എവിടെ ചെന്ന് ഇറങ്ങുന്നത്? തമിഴ്നാട്ടിലാണ്. വാൽപ്പാറ പോയി ഇനിയും ടൈമുണ്ട്. വാൽപ്പാറ വഴി ഊട്ടി പോ. ഊട്ടി അവിടെ നിന്ന് മുഴുവൻ വണ്ടികളാണല്ലോ വരുന്നു. ലോ ഫ്ലോർ ചെയ്തേക്കുന്ന വണ്ടി. സിലിക്കല്ലേ അത്? സിലിക്കാ സിലിക്ക്. ഹോണ്ട സിലിക്ക്. അവന്മാരുടെ അവിടെ മോഡിഫിക്കേഷൻ വെള്ളച്ചാട്ടം വെള്ളം